Hello everyone, welcome to the online classes of Brilliance Academy. ഇന്ന് നമ്മൾ ESP ഓഫീസീസിലെ റൈറ്റിംഗ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് ബോക്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ആ ബോക്സിന് താഴെയുള്ള ലൈൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ റിപ്പോർട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രോഗ്രസ് അറിയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസിൻ്റെയോ പ്രോഗ്രാമോ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയിക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പർപ്പസാണ് എന്തിനുള്ളത്, റിപ്പോർട്ടിനുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ട് എപ്പോഴും സെൻഡ് ചെയ്യുന്നത് ആർക്കാണ്, സീനിയർ ഓഫീസേഴ്സിനാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഹൗ ടു റൈറ്റ് എ റിപ്പോർട്ട് എന്നുള്ളത്. ഹൗ ടു റൈറ്റ് എ റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ആ ക്വസ്റ്റിന് എക്സാമിന് വരികയാണെങ്കിൽ ആ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു പോയിൻറ്റ്സ് ചെയ്താൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡാക്കി വെക്കുന്നു നമ്മൾ പറഞ്ഞു. അതായത് പിന്നീട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും റെഫറൻസിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആ റിപ്പോർട്ട് എന്ത് ചെയ്യാം, ഉപയോഗിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻഫർമേഷൻ എന്ത്, ആ സോഴ്സസ്, അതിൻ്റെ സോഴ്സസ് എന്തെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് എത്രത്തോളം എന്താണ് വാലിഡ് ആണ്, അതെങ്ങനെയുള്ളതാണ്, ജെന്യൂൻ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമുക്കറിയാം ഫാക്ട്സ് ആണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കേണ്ടത്, റിപ്പോർട്ടിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നോക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതിനുശേഷം ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിങ് ദ ഫാക്ട്സ്, കിട്ടിയ സാധനങ്ങൾ വിശകലനം ചെയ്യുക, വിലയിരുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ അതിന് ശേഷം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എഴുതും. ഔട്ട്ലൈൻ എഴുതിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് അതിൻ്റെ അതേ ഓർഡറിൽ തന്നെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ശേഷം നമുക്ക് ടൂർ റിപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബൈഫർക്കേഷൻ്റെ മോഡലിൽ ടൂർ റിപ്പോർട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ടൂർ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ടൂർ റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ മെമ്മോൻ്റെ ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മെമ്മോൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ടു, ഫ്രം, സബ്, ആ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, മെമ്മോൻ്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് എന്ത് എഴുതേണ്ടത്, ടൂർ റിപ്പോർട്ട് എഴുതേണ്ടത്. അതിനുശേഷം പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂർ റിപ്പോർട്ട് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, സുപ്പീരിയറിനാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ സബ്ജക്ട് ലൈൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ടൂർ പോയ ഡേറ്റും ടൂർ പോയ സ്ഥലവുമാണ് അവിടെ കൊടുക്കേണ്ടത്, സബ്ജക്ട് ലൈനിൽ കൊടുക്കേണ്ടത്. ആൻഡ് പിന്നെ ബോഡി പാരഗ്രാഫിൽ നമ്മൾ എന്ത് കാണിക്കണം, എന്തിനാണ് നമ്മൾ ടൂർ പോയതെന്നും അതുവഴി നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഹെഡിങ്ങിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് റിപ്പോർട്ടിൻ്റെ പോയിൻറ്റ്സ് ആണ് പിന്നീട് അതിന് ശേഷം കൊടുത്തിരിക്കുന്നത്. ആക്സിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടാവുമോ, ഫ്ലഡ് വരുന്ന സ്റ്റോക്സ് ഒക്കെ അതാവുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് പിന്നെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടിഞ്ഞ് വീടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ആക്സിഡൻറ്റ് റിപ്പോർട്ടിൽ വരിക. അപ്പോൾ എന്താണ് ആക്സിഡൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഗെറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ദ പോയിന്റ്, പെട്ടെന്ന് എന്താ കാര്യത്തിലേക്ക് കിടക്കുക. പിന്നെ ഫിസിക്കൽ ഇഞ്ചുറിയോ, അതായത് ആളുകൾക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പെട്ടെന്ന് കാണിക്കണം. കാരണം എന്നാലേ നമുക്ക് ഇൻഷുറൻസ് സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലെയിംസ് കോമ്പൻസേഷനൊക്കെ നടത്തേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് കാരണമാണ് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് കാണിക്കണം. പിന്നെ റെക്കമെൻഡേഷൻസ് കൊടുക്കും വേണം. ഇതാണ് എന്ത് ആക്സിഡൻറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതിന് ശേഷം നമുക്ക് ഡോൺസ് ആൻഡ് ഡൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് ലെറ്റ് യുവർ പേഴ്സണൽ ഫീലിംഗ്സ് ഇൻ്റർഫിയർ വൈൽ റൈറ്റിംഗ് ദ റിപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ട്സിനാണ് എവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, റിപ്പോർട്ട്സിലുള്ളത്. സോ അവിടെ നമ്മുടെ പേഴ്സണൽ ഫീലിംഗ്സിന് യാതൊരു സ്ഥാനവുമില്ല. റിപ്പോർട്ട് എഴുതുമ്പോൾ അത് പേഴ്സണൽ ഫീലിംഗ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, നമ്മൾ എയിം എന്താണ്, നമ്മൾ ഗോൾ എന്താണോ അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഒറ്റ പീസ് ഓഫ് എവിഡൻസിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഫുൾ ഹോൾ തിങ്ങിന് നമ്മൾ വിലയിരുത്താൻ പാടില്ല. നമ്മൾ എന്തിനാ പ്രൊവൈഡ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്, കറക്റ്റായിട്ടുള്ള എവിഡൻസ് കൊടുക്കണം. പിന്നെ എന്താണ് പ്രോപ്പർ അല്ലെങ്കിൽ ലോജിക്കൽ എവിഡൻസ് ഇല്ലാതെ കാര്യത്തിന് നമ്മൾ ജനറലൈസ് ചെയ്യരുത്. അതായത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വാലിഡ് ആർഗ്യുമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു റെക്കോർഡാക്കി റെഫറൻസ് ആക്കിയിട്ട് നമ്മൾ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യരുത്, കൺക്ലൂഷനിലേക്ക് എടുത്ത് ചാടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് എന്തിലുള്ളത്, നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്, അതായത് റൈറ്റിംഗ് റിപ്പോർട്ട്സിലുള്ളത്. ശ്രദ്ധിക്കുക, നമ്മൾ ആ പറഞ്ഞ പോയിൻറ്റ്സ് അത് ഓർഡറിൽ തന്നെ കൊടുക്കണം. പിന്നെ ടൂർ റിപ്പോർട്ട് എഴുതാൻ വരും. പിന്നെ ഡോൺസും ഡൂസൊക്കെ ആ രണ്ട് ഇതിൽ തന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വൺ വേർഡൊക്കെ ആയിട്ട് ഓഡ് വൺ, അതായത് ചെയ്യാൻ പാടില്ലാത്ത ഏത് എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ വരും. അപ്പോൾ ഒന്ന് ആ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സ് മാത്രം ഒന്ന് നല്ലത് നോക്കി പോവുക. താങ്ക് യു.